ഞാൻ ഈ ചർച്ച പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കേരളത്തിലെ ഒരു മനുഷ്യനും അംഗീകരിക്കാൻ കഴിയാത്ത അധമ വർത്തമാനം ഇന്നലെ പറഞ്ഞ ഇനി നീ എങ്ങാനും വൃത്തികെട്ടൊരു മനുഷ്യന്റെ ശബ്ദം എൻ്റെ ചെവി കേൾപ്പിച്ചതിന് ഞാൻ ആദ്യമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. അത്തരമൊരാൾ പങ്കെടുക്കുന്ന ഒരു ചർച്ചയിൽ കേട്ടിരിക്കാൻ ഒരു ബാധ്യത എനിക്കില്ല. അന്തസ്സുള്ളൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലെ അതിഥികളെ വിളിച്ചിരുത്തിയിട്ട് അവർ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരാണ്, ഞങ്ങളെ ഒന്നും മാനിക്കാതെ നിങ്ങൾക്ക് തോന്നിവാസം പോകാൻ പറ്റില്ല. ഒരാളെ താങ്കൾ വാർത്തയുടെ പ്രാധാന്യത്തെ കുറിച്ചുള്ള ക്ലാസ് എടുക്കേണ്ടതില്ല. സ്മൃതി ആരുടെ ദാസ്യവേലയാണ് ചെയ്യുന്നത്? അല്പം നാണം വേട്ടോ കേട്ടോ. നിങ്ങൾക്കൊരു നാണം വേണ്ടേ? നിങ്ങൾ നാണമുള്ളൊരു സ്ത്രീയാണോ നിങ്ങൾ? അന്തസ് വേണോടാ, അന്തസ്. നല്ല പ്രയോഗം. താങ്കൾ സംസാരിക്കൂ. കെ എസ് ഹരിഹരനെ വിമർശിച്ചുകൊണ്ട് താങ്കൾ എന്നെ പറയുന്നത് താങ്കൾ വിശദീകരിക്കും. നിങ്ങൾ ആ സ്ത്രീ ലംബടനായ മനുഷ്യനോട് ഒരു മിനിറ്റ് ഈ രൂപത്തിലുള്ള ചർച്ചയിൽ സംസാരിക്കാൻ പറ്റില്ല. ശ്രീ അനിൽകുമാർ താങ്കൾക്ക് ഈ ചർച്ച ഈ രൂപത്തിൽ സംസാരിക്കാൻ പറ്റില്ല. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താങ്കൾക്ക് നേരിട്ട് പറയാം. ഈ ചർച്ചയിൽ ഈ അസത്യവാചകൾ പ്രയോഗിക്കാൻ പറ്റില്ല. ഇല്ല. പി മോഹൻ എന്തിനാണ് ജയിലിൽ കിടന്നത്? ചളമായെന്ന് തോന്നുന്നു. എന്തിനായിരുന്നു ജയിലിൽ കിടന്നത്? താങ്കൾ പറയൂ. സ്മൃതിയുടെ പാട്ടപ്പറമ്പിലാണ് പി മോഹൻ കിടക്കുന്നത്. അസു ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. കേരളം കണ്ട ഏറ്റവും വലിയ സ്ത്രീലംബടനായ ഒരു മനുഷ്യനോട് ഒരു മിനിറ്റ്, ഈ ചർച്ചയിൽ നിന്ന് അനിൽകുമാറിന്റെ ശബ്ദം മ്യൂട്ട് ചെയ്യണം. ഇല്ല, ഈ ചർച്ചയിൽ ഇങ്ങനെ ബാക്കിയുള്ളവരെ പറ്റി അധിക്ഷേപം പറയാനുള്ള ചർച്ചയില്ല. ഇത് മ്യൂട്ട് ചെയ്തേക്കാം. ശ്രീ അനിൽകുമാർ, ഇത്തരം വാചകങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. അതൊന്നും സാരമില്ല, ഇവൻ ഇതൊക്കെ പതിവാ.